ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കടി ഉണ്ടാക്കുന്നത് ഇതാ പുട്ടാണ് കേട്ടോ, ചിരട്ട പുട്ടാണ്. പിന്നെ ഇതിൽ കറി ഉണ്ടാക്കിക്കണ നമ്മൾ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഏതായാലും അത് ഉണ്ടാക്കി. പിന്നെ അതാ പൊന്നിപ്പോൾ ഒന്ന് സ്കൂൾക്കൊന്നും പോകാൻ നിൽക്കണുള്ളൂ. അതാ നമ്മൾ കറി ഉണ്ടാക്കി കേട്ടോ, കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിക്കണം. ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ. പിന്നെ അതാ പൊന്നു റെഡി ആവണുണ്ട് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ റിച്ചു റെഡി ആവണുണ്ട് കേട്ടോ. റിച്ചു ഇപ്പോൾ അതാ കുറച്ച് നേരമായിട്ടുള്ളൂ മദ്രസ ഇട്ട് വന്നിട്ട്. പൊന്നുവിൻ്റെ മദ്രസ രാവിലെ നേരത്തെ വിടും കേട്ടോ. 7 മണി വരെ ഉള്ളൂ മദ്രസ. 6 മണി മുതൽ 7 മണി വരെ ഉള്ളൂ കേട്ടോ മദ്രസ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കണതിന് മുന്നേ എനിക്ക് എടുക്കാൻ ഓർമ്മ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തിന്നൽ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. അപ്പോൾ ഞങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ചായ ഒന്ന് കുടിക്കട്ടെ കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ രാവിലെ മീൻ വരാനാവണുള്ളൂ കേട്ടോ. അപ്പോൾ മീൻ വാങ്ങണം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ചായ ഏതായാലും കുടിക്കട്ടെ. ഇന്നിപ്പോൾ രാവിലെ നല്ല മഴയൊക്കെയാണ്. എനിക്കിപ്പോൾ 2 ദിവസം വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ സുഖം ഉണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ പൊന്നു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ രാവിലെ ഒരു 8:30 8:45 ഉള്ളിൽ ബസ് വരും കേട്ടോ. അതപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ അത് അവൾ കുട കൊണ്ടുപോകലില്ല സാധാരണ. ഇന്നിപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് പിടിച്ച് പോവുകയാണ് കേട്ടോ. ചെറിയൊരു ചാറലൊക്കെ ആണെങ്കിലും ചാറ്റൽ മഴയാണെങ്കിലും ഒന്നും അവൾ കുട എടുക്കൂല. മഴ നനഞ്ഞ് വരും ചെയ്യും, പിന്നെ ജലദോഷം പനിയും പിടിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ കുടയൊക്കെ കൊണ്ടുപോയിക്കണം. അതാ പിന്നെ അത് കഴിഞ്ഞേക്ക് മീൻ വന്നിക്കണം കേട്ടോ. ചെമ്പല്ലി മീനാണ് വാങ്ങിക്കണത്. നമ്മളിവിടേക്ക് ചെമ്പല്ലി എന്നാട്ടോ ഇതിന് പറയുക. അപ്പോൾ പലയിടത്തും പല പേരുകളാണ് ഇതിന് പറയുന്നത്. നമ്മളിവിടേക്ക് ചെമ്പല്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അമ്മ നന്നാക്കിയിട്ട് മസാല തേക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ കുറച്ച് സുർക്കി, അതുപോലെ ചതച്ചിൽ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളിയും വലിയ ജീരകമൊക്കെ ഇട്ട് ചതച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ ആക്കിയിട്ട് ഇതപ്പം ഇങ്ങനെ മസാല തേച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇന്നലെയും ഞാനൊന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ്ട് നമുക്ക് ഇടണം എന്നൊക്കെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുന്നുണ്ടോ, അതുപോലെ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ കമൻറ്റും ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മളിതാ മീനൊക്കെ പൊരിച്ചിട്ടോ. ഉച്ചകലേക്ക് ഇതാ മീനൊക്കെ റെഡിയാക്കി വെച്ചുക്കണു. പിന്നെ ഞാൻ ഉച്ചക്കത്തെ കൂട്ടാൻ ഉണ്ടാക്കണമെന്നും കാണിച്ചു തന്നിട്ടില്ല. ഞങ്ങളങ്ങനെ ചോറുന്നലൊക്കെ കഴിഞ്ഞു. പിന്നെ കുട്ടികൾ 4 മണി സ്കൂളിൽ വരുന്ന നേരത്തേക്ക് ഇതാ നമ്മൾ ഉള്ളിയോടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ളി സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. അതിൽ നമ്മൾ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതാ കടലമാവും മേദയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ മസാല കൂട്ടി വെച്ചത് ആ പൊരിക്കൽ തുടത്തിയിരിക്കണു. അപ്പോൾ ഇങ്ങനെ അപ്പോൾ റിച്ചൊക്കെ ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് വരും കേട്ടോ. റിച്ചാണ് ആദ്യം സ്കൂൾ വിട്ട് വരിക. അപ്പോൾ നമ്മൾ പാൽപ്പൊടി ഇട്ടിട്ടാട്ടോ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കട്ടൻ ചായ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണം. ഇനി നമുക്ക് ചായ ഒന്ന് കൂട്ടി റെഡിയാക്കണം. അപ്പോൾ സ്കൂൾക്ക് പോവുക പൊന്നു രാവിലെ നേരത്തെ പോകും കേട്ടോ. പിന്നെയുള്ളൂ റിച്ച് സ്കൂൾക്ക് പോവുക. വരുന്നത് നേരത്തെ റിച്ചാണ് ആദ്യം വരിക, പിന്നെയുള്ളൂ കേട്ടോ പൊന്നു വരിക. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളിൽ വരുന്ന നേരത്തൊക്കെ ഒന്ന് മഴയൊക്കെ ഒന്നും കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ വിചാരിച്ചിട്ട്. അവർക്ക് വന്നിട്ട് ഉണ്ടാക്കുമ്പോഴത്തേനും അവർക്ക് നേരം വഴുകും കേട്ടോ. അപ്പോൾ അവർക്ക് വന്നേക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും ഭക്ഷണം വിശന്നിട്ടാക്കാരം വരുന്നത്. അപ്പോൾ വന്നേക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതവിടെ പള്ളിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. റിച്ചുവിനെ ബസ് ഇറക്കിയതിന് ശേഷം ഇപ്പോൾ പള്ളിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ റിച്ചു ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ അങ്ങനെ റോട്ടിൽ കൂടെ, നമ്മളെ റോഡ് ഇത് അവിടെ തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. എന്നാലും നമുക്ക് വണ്ടി ഇറങ്ങുമ്പോൾ ഒരു പേടിയാണ്. ഓരോ സ്കൂളിലെ ഒരു കുട്ടിക്ക് ഇപ്പോൾ അടുത്ത് വണ്ടി ആക്സിഡൻറ്റൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അത് പേടിയാണ്. അപ്പോൾ എന്നാലും അങ്ങനെ പോയി നിൽക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലാട്ടോ ലൈബ് ഇറങ്ങി വരുന്നുണ്ട്. അവൾക്ക് കാക്കു സ്കൂളിൽ തരാൻ അറിയുമ്പോൾ ആ ബാഗ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് താഴത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ ടാറ്റ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ബാഗ് എന്താണെന്ന് അവന്ന് ഓള് വാങ്ങിയിട്ട് എടുത്ത് വരികയാണ് കേട്ടോ. അവിടെ നിന്നൊക്കെ കുറച്ചും കൂടി സ്പീഡിൽ വന്നിക്കണു. പക്ഷേ കുറച്ചും കൂടി കയറി വന്നോക്കുമ്പോൾ ആകെ കുഴങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നേ ഇവളിനിപ്പോൾ അടുത്ത പോലെ സ്കൂൾക്ക് പോകണ്ടായില്ലേ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാകെ കുഴങ്ങിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞങ്ങളോട് പറയുന്നുണ്ട് എന്തിനാ ഈ ബാഗ് എടുത്ത് പോണത്. അപ്പോൾ ബുക്കുകളും ഒക്കെ അല്ലേ, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്കും ഒക്കെ ഉണ്ട് കേട്ടോ. പഴയ ആദ്യത്തെ സ്കൂളിലാകുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കുകളൊക്കെ അവിടെ തന്നെ സ്കൂളിൽ വെക്കായിരുന്നു. ടെക്സ്റ്റ് ബുക്കും ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നോട്ടും ബുക്കും ദിവസേന കൊണ്ടുപോകുക വേണം കേട്ടോ. അപ്പോൾ അവൾ ആ കുഴങ്ങിയിട്ട് തോള് വേദനിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ റിച്ച് ഇങ്ങനെ വന്നിക്കണം. അപ്പോൾ അവൻ്റെ ഡ്രസ്സിൽ ചളിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വീണിക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവനക്ക് സ്പോർട്സിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്നങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നൊന്ന് വീഴുകയൊക്കെ ചെയ്തിരിക്കുന്നു. ഓനങ്ങനെ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞാലൊക്കെ സ്പോർട്സിന് കൂടുകയൊക്കെ ചെയ്തിരുന്നു. പ്രാവശ്യം എന്താണെന്ന് നല്ല വീണൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. ഗ്രൗണ്ടിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഓൻ പറയണത്.
അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഴൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് കീറി വരികയാണ് കേട്ടോ. കണ്ടില്ല അവൻ്റെ ഷർട്ടിലൊക്കെ നല്ല ചെളി ആയിക്കണു. അതിൻ്റെ ഇടയിൽ ഇതാ മറ്റുള്ള പരിപാടികളാണ് കേട്ടോ. പൊടി മൈദയുടെ എന്താ നമ്മളെ കടലമാവൊക്കെ എടുത്ത് വെച്ച പൊടിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളിക്കണം. പിന്നെ അതാ ഞങ്ങൾ ചായയൊക്കെ അങ്ങനെ ആയി, കുട്ടികൾക്കൊക്കെ ചായ എടുത്ത് പൊന്നു സ്കൂളിട്ട് വന്നു. അതിൻ്റെ ഇടയിൽ അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പൊന്നിനും റിച്ചിനൊക്കെ ചായ കുടിച്ചു, പിന്നെ ഞങ്ങളും അങ്ങനെ കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.